ഹായ്, ഹാപ്പി ക്രിസ്മസ്. ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരെ ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ അതാ ലേറ്റ് ആയി. ഹായ് ഹായ്. വിളിച്ച കാരണം കാണാനില്ല ആരൊക്കെയാണ്. ഓക്കെ. ഹായ് ഹായ്. എന്തോ കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട്. എന്തോ അല്ല 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 സീരിയലൊക്കെ എങ്ങനെയാണ്? അതല്ലേ ഇപ്പോ നന്നായി സക്സസ്ഫുൾ ആയി പോകും. കാണാറില്ലേ? കാണാറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞങ്ങളോടല്ലേ ചോദിക്കാം, ഇപ്പൊ റേറ്റിംഗ് 1ാം സ്ഥാനം ഒന്നും അല്ലേ? അതെ അതെ, കുറെ കാലമായിട്ട് ഒന്ന സ്ഥാനല്ലേ. തുടങ്ങല്ലേ? ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന? അല്ല, ഷൂട്ടിൽ ഞങ്ങൾ വേറെ കുറച്ച് ബിസി ആയി, പിന്നെ ട്രാഫിക് കുടുങ്ങി. അതെ, ക്രിസ്മസിന് തലേന്നായതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. സാറ് ഒരാളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ നമ്പർ വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല കഴിച്ചോ? നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതെ, ഇങ്ങനെ കഴിച്ചു. ഒരു സ്പെഷ്യൽ ബിരിയാണി. ഹലോ, ഞങ്ങളിവിടെ എത്തിയുണ്ട്. എവിടെയുള്ളത്? എൻട്രൻസ് ഉണ്ട്. മെയിൻ എൻട്രൻസ് ആയിട്ട്. അല്ല, ഉള്ളിൽ കിട്ടി. ഞങ്ങൾ മെയിൻ എൻട്രൻസ് വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ ഫ്രണ്ട് വന്നേക്കുവാ. അതെ, ഓട്ടി ഫ്രണ്ട്. എവിടെ നമ്മളെ മീഡിയാസിനൊക്കെ വിളിച്ചു. കണ്ടില്ല. അതെ കണ്ടു. ഓക്കെ. ഓക്കെ. എല്ലാം ജസ്റ്റ് ബാഗ് ഒന്നിരിക്കണം കേട്ടോ. എല്ലാം കിട്ടും. ലിഫ്റ്റ് വന്നു. ആസ്വദിച്ച് വീണ്ടും നമ്മുടെ അവാർഡ് ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു.
ലേറ്റ് ആയി പോയി, റോഡിൽ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അവാർഡ് കിട്ടി. ഞങ്ങൾ ഓൾറെഡി നേരത്തെ വരണം വിചാരിച്ചിരുന്നു, പക്ഷേ കുറച്ച് ക്രിസ്മസിൻ്റെ ട്രാഫിക് കാര്യമൊക്കെ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ അവാർഡ് വാങ്ങാനൊക്കെ പറ്റി. അതിന് സന്തോഷം, ഹാപ്പി. ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് വില്ലത്തി. അതെ. അയ്യോ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വാല്യുബിൾ ആണ്. കാരണം ഇതിനു മുന്നേ ഞാൻ ചെയ്തിരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റബേക്ക ആസ് രേവതി ആക്ച്വലി ഇത് എനിക്ക് മുത്താണ് സത്യം പറഞ്ഞാൽ. കാരണം കുറേ സ്ട്രഗിൾ ചെയ്ത് കിട്ടിയൊരു അവാർഡാണ്. ദാറ്റ്സ് വൈ എനിക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളതാണ്. അത്ര എന്താ പറയുക അല്ലേ? തീർച്ചയായിട്ടും ഒരു ലെജൻഡിന്റെ പേരിൽ ഫസ്റ്റ് അവാർഡ് കിട്ടുന്ന പറഞ്ഞാൽ ദാറ്റ്സ് എ ബ്ലെസ്സിങ്. യെസ്, സോ ഐ ഡിഡ്ന്റ് ഡ്രീം. ഇനി ചെമ്മരിപ്പൂ കാണാത്ത ആൾക്കാർ ചെമ്മരിപ്പൂ കാണാം, മിസ് ചെയ്യരുത്. നല്ല എപ്പിസോഡ്സ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ 4 പേർക്ക് മാത്രമല്ല, ബെസ്റ്റ് സീരിയലും ചെമ്മനീർ പൂവ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ 5 അവാർഡ് ഞങ്ങളുടെ സീരിയലിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇല്ല, സസ്പെൻസ്. സസ്പെൻസ്, സോറി, അത് ഞാൻ കാത്തിരിക്കുക. അതെ. ഇല്ല, ഞങ്ങൾക്ക് ആക്ച്വലി ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും ഒരെണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ, മലയാളത്തിൽ ഒരെണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്നുണ്ടെങ്കിലും പ്രേക്ഷകർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നെ റബേക്കയായിട്ട് എല്ലാവരും കാണുന്നത്, എന്നെ രേവതിയായിട്ടാണ് കാണുന്നുണ്ടാവുക. സോ നമ്മൾ വേറൊരു പ്രൊജക്റ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആവില്ലേ? സോ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഭയങ്കര എന്താ പറയാ വാല്യുബിൾ ആയിരിക്കും. അതെ, അതുകൊണ്ട് എപ്പോഴും ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ റബേക്കാന്നോ ആയിരുന്നോ പേര് ആർക്കും അറിയില്ല. സച്ചി രവി എന്നുള്ള രീതിയിൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഓൺ പേര് ആർക്കും ഓർമ്മയിലില്ല ആക്ച്വലി. ബിക്കോസ് ചെമ്പനീപ്പൂ അത്രയും ആൾക്കാരിൽ എത്തിയിരിക്കുന്നു. അതാണ് അതിന്റെ മെയിൻ കാര്യം. അതെ അതെ അതെ, കണ്ടിരുന്നു. ഞാൻ അവാർഡ് മേടിക്കാൻ മുമ്പ് സാറിൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് പോയത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. സാറ് നോക്കി ചിരിച്ചു, അനുഗ്രഹിച്ചു. അത് തന്നെ സത്യം പറയുകയാണെങ്കിൽ ന്യൂ ഇയർ അടുത്ത വർഷത്തിലേക്ക് എൻ്റെ ഒരു തുടക്കം പോലെയാണ് എനിക്ക് ആ ഒരു അനുഗ്രഹം. അതിലും ഭയങ്കര ഹാപ്പിയാണ്. Merry Christmas and Happy New Year. Merry Christmas and Happy New Year. എല്ലാവർക്കും അടുത്തൊരു വർഷം അടിപൊളിയാവട്ടെ. നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കും. നമ്മൾ അങ്ങോട്ട് ഇനി ലോകം മുഴുവൻ അതെ അടിപൊളി വർഷമാവട്ടെ എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.